White Toothpaste and Dinesh Foods in association with Laza Ice Cream ന്റെ പോസ്റ്റ് ലഞ്ച് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനി ഏതാണ് സെഷൻ എന്ന് പറയട്ടെ? വെൻട്രിലോക്വിസം ആൻഡ് മാജിക്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെഷന് നേതൃത്വം നൽകുന്നത് ഈ രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ശ്രീ ശരവണൻ പാലക്കാട് സാറാണ്. അപ്പോൾ എന്താണ് വെൻട്രിലോക്വിസം എന്നുള്ളത് മാം അതൊന്ന് പറയാം. ചില പ്രത്യേക വിഷയത്തിൽ മനുഷ്യനും പാവയും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെൻട്രിലോക്വിസം. പാവയ്ക്ക് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും സംസാരിക്കുന്നത് ഒരാൾ തന്നെ ആയിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നർമ്മത്തിൽ പൊതിഞ്ഞ ചോദ്യോത്തരങ്ങളിൽ എന്തെങ്കിലും അറിവോ ജീവിതത്തിൽ പകർത്തേണ്ട ഒരാശയമോ ഉണ്ടാകും. ശബ്ദ നിയന്ത്രണത്തിലൂടെ കലാപരമായും ആശയപരമായും അറിവുകൾ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിവിടെ കാണാൻ പോവാണ്. റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ശരവണൻ സാറിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? യെസ്. അപ്പോൾ ശ്രീ ശരവണൻ പാലക്കാട് സാറിനെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി പ്രൊമോ അമൃതം സ്പിരിച്വൽ ഹെഡ് ദിലീപ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പരിചയപ്പെടുന്ന എൻ്റെ കയ്യിൽ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിനകത്ത് കുറച്ച് അല്ലേ മദ്യമുണ്ട്. ഈ മദ്യത്തിനകത്ത് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി പലരും പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിൽ വെള്ളം ഉപയോഗിക്കുകയാണ് അല്ലേ. ചെറിയ ഒരു ഗ്ലാസ്സിലാണ് ആദ്യം തുടങ്ങുന്നത് അല്ലേ. അല്ലേ പിന്നീട് എന്താവും? ലഹരി ആസ്വദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? കുറച്ച് കൂടുതൽ കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഇയാൾ ലഹരിയുടെ അളവ് കൂട്ടി കൊണ്ടുവരും അല്ലേ. പിന്നീട് ഈ ലഹരി മതിയാവില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? അയാൾ വീണ്ടും അളവ് കൂട്ടി കൊണ്ടുവരും അല്ലേ. അവസാനം അയാൾ ലഹരിയുടെ പിടിയിലാവും. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ്, ക്യാൻസർ, നാഡി തളർച്ച, ഓർമ്മക്കുറവ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല. ഇയാൾ എന്താകും? നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ലഹരി ഇല്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് പോകും. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, എല്ലാ രോഗങ്ങൾക്കും പോലെ തന്നെ ലഹരിക്കും മദ്യപാനത്തിന് നമുക്കൊരു ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് മദ്യം ഉപേക്ഷിക്കേണ്ടപ്പോഴാണ് രോഗം വരുമ്പോഴാണോ? അല്ല. എങ്കിലും പങ്കിലും എന്നുള്ള ചോദ്യം ചോദിക്കാത്ത തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം ലഹരിയുടെ കാര്യത്തിൽ നമ്മുടെ നാട് നാറുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഈ പേപ്പറിൽ വളരെ മുഷിഞ്ഞ പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട് നാട് നാറുന്നു എന്ന്. അല്ലേ അല്ലേ? വായിച്ചു നോക്കിയേ, നാട് നാറുന്നു എന്നല്ലേ. ഈ അവസ്ഥയിൽ നമുക്ക് ഉണരേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഉണരാൻ റെഡിയാണോ? ഓക്കെ, ഞാനൊന്നൊന്ന് മാറ്റുന്നുണ്ട്. ഈ നാട് നാറുന്ന നാട് ഉണരുന്നു എന്നായിരിക്കുന്നു അല്ലേ. വായിച്ചു നോക്കിയേ, നാട് ഉണരുന്നു അല്ലേ. അല്ലേ, നാട് ഉണരുന്നു എന്നല്ലേ. അപ്പോൾ ഒരു വാക്കിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. നാട് ഉണരുന്നു എന്ന് വായിക്കാം, നാട് നാറുന്നു എന്ന് വായിക്കാം. അതുകൊണ്ട് നാറിയ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഉണരേണ്ട സമയമായി എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, താങ്ക് യു. അടുത്ത മാജിക്കിനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്, എൻ്റെ കയ്യിലൊരു കവറിനുണ്ട്. ഈ കവറിനകത്ത് എന്താണുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? ഫ്രൂട്ടി. ഈ ഫ്രൂട്ടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് കാർഡുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഫ്രൂട്ടി, എല്ലാ കാർഡുകളും ഫ്രൂട്ടിയാണ് അല്ലേ. ഞാൻ ഈ കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം. നമുക്ക് ഈ ഫ്രൂട്ടിയെ നമുക്കൊന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഇത്തരം ലഹരി പാനീയങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താണ്? കുറച്ചുകൂടി കൂടുതൽ കഴിക്കണമെന്ന അവസ്ഥയിലേക്ക് പോകും അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രൂട്ടി മാറ്റി തംസപ്പിലേക്ക് പോകും. ഓക്കെ, യെസ്. നമുക്ക് സംശയം സ്വാഭാവികമാണ്. ഈ കവറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയേക്കാം. ഈ കവറിനകത്ത് ഒന്നുമില്ല. പിടിച്ചോ. യെസ്, നമ്മളിവിടെ കണ്ടിരുന്ന കാർഡ് എന്തായിരുന്നു? ഫ്രൂട്ടി ആയിരുന്നു. നമ്മൾ എടുത്തിരുന്ന എന്തായി? തംസപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡുകളെല്ലാം തംസപ്പായി മാറിയിരിക്കുകയാണ് അല്ലേ. ഈ കാർഡ് തംസപ്പാണ്. ഈ കാർഡ് നോക്കുകയാണെങ്കിൽ ഈ കാർഡ് തംസപ്പാണ്, ഈ കാർഡ് തംസപ്പാണ്, എല്ലാ കാർഡുകളും തംസപ്പാണ്. എന്താണ് പേര്? സാദിഖ് എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പഠിക്കുന്നു. അതെ, നിങ്ങൾ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, ഒന്ന് ഇരിക്കാവോ? പേടിയുണ്ടോ? ഇല്ല. ഞാനൊരു മാജിക് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എൻ്റെ കയ്യിൽ ഞാൻ പരിചയപ്പെടുന്ന ഇത്തരത്തിലൊരു സാധനമുണ്ട്. ശേഷം പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മാജിക് കാണിച്ച ശേഷം 2 തവണ എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളൂ. ഒന്ന് ഒമാനിലെ മുസാണ്ട് എന്ന് പറയുന്ന ഒരു ദ്വീപിനകത്ത് വെച്ചായിരുന്നു. മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ വെച്ചായിരുന്നു. ചെറിയ 1-2 അപകടങ്ങൾ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. യെസ്, ഞാൻ കണ്ണൊന്ന് മൂടി കെട്ടുന്നുണ്ടേ.
ഓക്കെ. ഹായ്, ഹലോ. എന്താണ് പേര്? സൂര്യ ഗായത്രി. ഏത് ക്ലാസ്സിലെ പഠിക്കണം? 7th പഠിക്കാൻ എത്ര വർഷമായി? ഒരു വർഷമായോ? ആയിട്ട് തുടങ്ങിയിട്ടില്ല. ഓക്കെ, ചുമ്മാ ചോദിച്ചതാ. ഈ ക്ലാസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അവർക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ മാജിക് ചെയ്യുന്ന ആരാ? സൂര്യ ഗായത്രി അല്ലേ? ഒരു കയ്യടി കൊടുത്തേക്ക്. ഓക്കെ, പ്രിയമുള്ളവരെ, കയ്യടിക്കുന്ന കാര്യത്തിൽ ഫിസിക്സ് കാണിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ കൈയടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ 67ലധികം നാഡീനരമ്പുകൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാവും. കേൾക്കുന്ന കലാകാരന്മാർക്ക് അതൊരു പ്രചോദനമായിരിക്കും. ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് മാംസപേശികൾ വ്യായാമത്തിൽ ഏർപ്പെടുകയും സൗന്ദര്യം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ചിരിയും കൈയടിയും ആവോളം ജീവിതത്തിൽ ഉണ്ടാകണം. റെഡിയല്ലേ? യെസ്. ശേഷം ഇതിൻ്റെ മുത്തുകൾ ഓർത്ത് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത ഈ മുത്തുകൾ ഞാൻ ഗ്ലാസ്സിനകത്തേക്ക് ഇടുകയാണ്. ഈ മാജിക് ചെയ്യുന്ന ആരാണ്? സൂര്യ ഗായത്രി. പിടിച്ചോ. ശേഷം ഇതിൻ്റെ ടെങ്കീസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ടെങ്കീസ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാനിത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത ശേഷം നമുക്ക് പതുക്കെ ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് പോവാം. സൂര്യ ഗായത്രി, മാജിക്കിൻ്റെ മന്ത്രം അറിയാവോ? ഇല്ല. മാജിക്കിൻ്റെ മന്ത്രം ഇങ്ങനെയാണ്: അബ്രാക്കഡബ്ര ഫോക്കസ് ഫോക്കസ്. Abracadabra, focus, focus. Abracadabra, focus, focus. ഓക്കെ. മാജിക്കിന് മന്ത്രങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല. ആവശ്യമുള്ള തന്ത്രങ്ങളാണ് അല്ലേ, സൂത്രങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിക്കാവോ? പതുക്കെ ഗ്ലാസ്സിനകത്തേക്ക് കിട്ടും. ദെൻ വൺ മോർ. കോമഡിയാണ് ഇഷ്ടം, ഹൊററാണ് ഇഷ്ടം? നമുക്കൊരു കോമഡി കാണിച്ചു കൊടുക്കാം. പതുക്കെ ഇങ്ങനെ കൈ പിടിക്കാവോ? പതുക്കെ വായ ഒന്ന് അടിച്ചു പിടിക്കാവോ? ഗ്ലാസിൻ്റെ വായ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. ഓക്കെ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ക്യാമ്പുകളും കൂട്ടായ്മയുമാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അറിവുകളും സന്തോഷങ്ങളും പങ്കിടുന്നത് അല്ലേ? അപ്പോൾ ഈ മാജിക്ക് നമുക്ക് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. സൂര്യ ഗായത്രി, പ്ലീസ് ടേക്ക് ഇറ്റ്. എടുത്തോ. Mind control. ഓക്കെ, ഞാൻ സൂര്യ ഗായത്രി ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഇങ്ങോട്ട് വിളിച്ചോ, കൂട്ടുകാരനോ ആരെങ്കിലും ഒരാൾ. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയാമോ? ഒന്ന്, അറിവ്, ആഘോഷം, ആനന്ദം അല്ലേ? വ്യത്യസ്ത തലങ്ങളിലുള്ള റോപ്പുകളാണിത്. വളരെ ചെറിയൊരു റോപ്പ്, കുറച്ചുകൂടെ വലിയൊരു റോപ്പ്, കുറച്ചുകൂടെ വലിയ റോപ്പ് അല്ലേ? അപ്പോൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? എന്ത് ലഭിക്കും? അറിവ് ലഭിക്കും. പിന്നെയോ സന്തോഷം ലഭിക്കും. പിന്നെയോ അപ്പോൾ എല്ലാവർക്കും തുല്യമായി അറിവ്, ആനന്ദം എല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയേ, എല്ലാ റോപ്പുകളും ഇപ്പോൾ തുല്യമാണ് അല്ലേ? അപ്പോൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും? നല്ല കൂട്ടുകാരന്മാരെ കിട്ടും അല്ലേ? പിന്നെയോ നല്ല കൂട്ടുകാരികളെയും കിട്ടും. പിന്നെയോ കൂടുതൽ അറിവും സന്തോഷവുമായിട്ട് ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ പുതിയ മേഖലകളിലേക്ക് എത്താനുമുള്ള ഒരുപാട് പ്രചോദനങ്ങൾ നമുക്ക് ഇവിടെ നിന്നുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഈ ക്യാമ്പിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ സന്തോഷവും സൗഹൃദവും ആഘോഷവും ആനന്ദവും ആരോഗ്യവും ഒക്കെ ലഭിക്കും അല്ലേ? ഒരു കയ്യിൽ കൊടുത്തേക്ക്. ഓക്കെ, ഞാൻ ഇവരൊന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ കയ്യിൽ ഒരു റോപ്പുണ്ട്. ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. അങ്ങോട്ടോ മോൻ്റെ പേരെന്താ? ആയിഷ, പ്ലീസ് പിടിച്ചോ. ഫുൾ ടൈറ്റ് ചെയ്ത് വലിച്ചേക്കണേ. വലിച്ചു. ആർക്കാണ് ബലമുള്ളത്? ചുമ്മാ ഞാൻ റോപ്പ് ബലമുണ്ടോ നോക്കിയതാ. വിട്ടോ. ഈ റോപ്പ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ കാലിലേക്ക് ഒരു കെട്ട് കെട്ടാൻ പോവാം. കെട്ടിക്കോ. ഹലോ, ജസ്റ്റ് കെട്ട് മുകളിലൂടെ. ഫുൾ ടൈറ്റ് ചെയ്തോ. ഫുൾ ടൈറ്റ് ചെയ്തോ. ഒന്നുകൂടെ. ഞാൻ പെൺകുട്ടികളെ വിളിച്ചപ്പോൾ വിചാരിച്ചു ഇത്രയധികം മുറുക്കി കെട്ടില്ല എന്ന്. ആൺകുട്ടികളെക്കാളും മോശമാണല്ലേ? ഓക്കെ, ടൈറ്റ് ചെയ്തോ. മുകളിൽ ഒരു നോട്ട് ടേക്ക്. ഓക്കെ, എൻ്റെ പുറകിലൊരു കോട്ട് ഇരിക്കുന്നുണ്ട്. ആ കോട്ട് എടുക്കാവോ? യെസ്, അവിടെ താഴെ. നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത്. ഈ റോപ്പ് അഴിക്കണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? റോപ്പ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തേക്ക്. എത്ര സമയം വേണം? മോളിപ്പുറത്തോ? എന്താ റോപ്പ്? എളിപ്പുറത്തോ? ഒരാളിപ്പുറത്തോ? എന്താ പറഞ്ഞ? റോപ്പ് ടൈറ്റ് ചെയ്തിട്ടില്ലേ? ഒന്ന് എടുത്തേക്ക്. എടുത്തോ ഫുള്ളായിട്ട്. ഉണ്ടല്ലോ. ഒന്നുകൂടെ ടൈറ്റ് ചെയ്തേക്ക്. ഒരു നോട്ട് കൂടെ ഇട്ടേക്ക്. ഒന്നിങ്ങോട്ട് നിൽക്ക്.
ആ എത്ര സമയം എന്തായി? 3:02. ഓക്കെ, സമയം കറക്റ്റാണോ? എന്താ പ്രശ്നം? റോപ്പ് അഴിഞ്ഞോ? നോക്കിയേ കെട്ടിയിട്ടുണ്ടല്ലോ. യെസ് പ്ലീസ്, 1 more. ഓക്കെ, താങ്ക് യു. എൻ്റെ കയ്യിലൊരു ബോർഡ് കാണുന്നില്ലേ, ബ്ലാക്ക് ബോർഡ്. ഇതിനകത്ത് 6 കള്ളികളുണ്ട് അല്ലേ? കണ്ടല്ലോ. ഈ കള്ളി ഞാനൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ആ ബോർഡിനകത്ത് 6 കള്ളികളുണ്ട്. അതിൽ 3 കള്ളികൾ മേലത്തുള്ളത് എനിക്കുള്ളതാണ്. ബാക്കി 3 എണ്ണം നമ്മൾക്ക് 3 പേർക്കുള്ളതാണ്. ഞാൻ നിങ്ങളെ മോൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് ഓർമ്മിക്കാവോ? ആരോടും പറയരുത്, ഒന്ന് എന്നെ നോക്കാവോ, മാറ്റരുത് കേട്ടോ. ആ രാജ്യത്തിൻ്റെ പേര് ഞാൻ ബോർഡിൻ്റെ ആദ്യത്തെ കോളത്തിലേക്ക് എഴുതുകയാണ് കേട്ടോ. ഓക്കെ, മോൻ ചെയ്യേണ്ടതാ ആ കോളത്തിൻ്റെ ഈ ബോക്സ് മോനുള്ളതാണ്. ആ രാജ്യത്തിൻ്റെ പേര് ഈ കോളത്തിനകത്ത് എഴുതിയേക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തത് മോൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെയോ സിനിമാ നടിയുടെ പേര് ഓർമ്മിക്കാവോ? സ്പെല്ലിംഗ് കിട്ടൂല. ഓക്കെ, അവർക്ക് സ്പെല്ലിംഗ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 3 ഡിജിറ്റൽ നമ്പർ ഓക്കെ ആണോ? 3 ഡിജിറ്റൽ നമ്പർ എഴുതാൻ പറ്റുമോ? പറ്റും. ഓക്കെ, അപ്പോൾ ആ നമ്പർ ഞാനിവിടെ എഴുതാൻ പോവുകയാണേ. ഓക്കെ മോനെ, ആ നമ്പർ എഴുതിയേക്ക്. മോളെ പ്ലീസ് വേഗം പോ. ഓക്കെ, 101 എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കാർഡുകൾ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ഈ കാർഡിൽ എല്ലാ കാർഡുകളും ഡിഫറെൻറ്റ് കാർഡുകളാണ് അല്ലേ? മോൾക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പ് എന്ന് പറയാം. അവിടെ വെച്ച് നമുക്കൊരു കാർഡ് തിരഞ്ഞെടുക്കാം. റെഡി അല്ലേ? ഒന്നുകൂടെ. ഓക്കെ, ഇതാണ് മോളുടെ കാർഡ്. എന്നെ കാണിക്കരുത് കേട്ടോ. ആ കാർഡ് ഏതാണെന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഓക്കെ, അതിൻ്റെ ഇവരുടെ പ്രൊഡിക്ഷൻ ഓൾറെഡി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ജപ്പാനാണ്, രണ്ടാമത്തത് 101, മറ്റേത് കിങ് ആണ് അല്ലേ? ഓക്കെ, നമുക്കിവിടെ നോക്കാം. എൻ്റെ പ്രൊഡിക്ഷൻ ഓൾറെഡി ഹിയർ. കറക്റ്റ് അല്ലേ? അവൻ്റെ പേരെന്തായിരുന്നു? നിരുപം. നിരുപമിൻ്റെ കയ്യിലേക്ക് ഞാനൊരു ബലൂൺ ഊതി വീർപ്പിക്കാൻ കൊടുത്തിരുന്നു. നിരുപമിന് ഞാൻ ഇപ്പോൾ ഒരു തോക്ക് കൊടുക്കാൻ പോവാം. കയ്യിൽ കിട്ടിയോ? ഇങ്ങനെ പിടിച്ചോ. ഇവിടെ ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? വേണ്ട, നല്ല ആളുകളാണ് അല്ലേ? നിരുപം ഒന്ന് ഇങ്ങനെ പിടിക്കാവോ? പതുക്കെ ബലൂണിനകത്തേക്ക്. ഓക്കെ, നിമിഷം നുണ പറയാറുണ്ടോ? നോക്കാം. എൻ്റെ കയ്യിലൊരു ബെല്ലുണ്ട് അല്ലേ? ഇവരുടെ കയ്യിലൊരു ബെല്ലില്ലേ? ഹലോ, നുസ നുണ പറയാറുണ്ടോ? നുണ പറയുന്ന ആളാണോ? നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ? ഈ ക്യാമ്പിൽ വന്നപ്പോൾ ഒരുപാട് അറിവുകളും ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി നെസയ്ക്കെന്ന് തോന്നുന്നു. ശരിയാണോ? ഓക്കെ ആണോ? നിസയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ ബെല്ലിനോട്? സത്യം പറയുന്ന ഒരു ബെല്ല ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നിസ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാണോ? ഓക്കെ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. ആഗ്രഹം തീവ്രമാകുമ്പോൾ അത് സാധ്യമാകുമെന്നാണ്. മനസ്സിലായോ? അപ്പം നല്ല ചിന്തകളോട് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും കൂടെ ആ ഗ്ലാസ്സിനകത്തേക്കൊന്ന് നോക്കാവോ? എല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേക്ക്. ആ ഗ്ലാസ്സിനുള്ളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ ഓക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുന്നത് ആ പ്രോഗ്രാം എന്ന് പറയുന്ന പേരാണ് വെൻട്രിലോക്കിസം. എന്താണ് വെൻട്രിലോക്കിസം നിങ്ങൾക്ക് അറിയാമോ? ഒരു ഈജിപ്ഷ്യൻ കലാരൂപമാണ് വെൻട്രിലോക്കിസം എന്ന് പറയുന്നത്. പുരോഹിതൻ തന്നെയാണ് വെൻട്രിലോക്കിസ പരിചയത്തിലൂടെ ആ ദേവതാ പ്രതിമകളുമായി സംസാരിച്ചത്. അതേ രീതിയിൽ ഒരു കുരങ്ങൻ നിങ്ങളുമായി സംസാരിക്കുകയാണ്. അതിനു മുമ്പ് എന്താണ് വെൻട്രിലോക്കിസം എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ വൈറ്റ് എന്താണ് പേര്? അദീന, പ്ലീസ്. അതിനേക്ക് ഞാനൊരു മാസ്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അദീന. എന്താണ് വെൻട്രിലോക്കിസം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു കൈയ്യടി കൊടുത്തേക്ക് നമുക്കൊന്ന് ഫ്രീക്കനാക്കാം. ഓക്കെ, ഡോണ്ട് വറി. ഒന്ന് അങ്ങോട്ട് നോക്കിയേക്ക്. ഹലോ. അങ്ങോട്ട് നോക്കാൻ. എന്താണ് സുഖമാണോ? ഓക്കെ, അപ്പൊ അവരോട് പറയേണ്ട കാര്യം എന്താ? ഓക്കെ, ഹലോ, സുഖമാണോ? ആണോ? ഓക്കെ, എന്ത് ചെയ്യുന്നു? ആണോ? കാണുന്നുണ്ടോ അവരെ? എന്താ? കറുത്ത ഷർട്ടിൽ ചെക്കനോ? എന്ത് ചെയ്യാ? ആണോ? അപ്പൊ എന്ത് വേണം? അവനൊരു കൈയ്യടി കൊടുത്തേക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് വെൻട്രിലോക്കിസം എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു കുരങ്ങൻ നിങ്ങളുമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സഹകരിച്ച ഇയാൾക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേക്ക്. പിടിക്കുക. ഞാൻ അവതരിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് പറയുന്ന പേരാ വെൻട്രിലോക്കിസം എന്നാണ്. ഇതൊരു തമാശ പരിപാടി ആയതുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും, അല്പമൊന്ന് നോവിച്ചെന്നിരിക്കും. അത് ഈ പരിപാടി വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഹലോ. ആഹാ, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേക്ക്. എന്താ എന്താ? ഓക്കെ, അപ്പൊ എല്ലാവരും കൈയടിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേക്ക്. എന്താ? കൈയടിക്കാത്തവർക്ക് നമസ്കാരമില്ല. ആഹാ, എന്നെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേക്ക്. എൻ്റെ പേര് ഹേയ്, നാണം കെടുത്തരുത്. എടാ, നിന്റെ പേരാണ് കുരങ്ങൻ. എടാ, നീയാണ് കുരങ്ങൻ. ഓക്കെ, എൻ്റെ പേരാണ് കുരങ്ങൻ. ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മജീഷ്യൻ ശരവൺ പാലക്കാട് എന്നാണ്. നിന്റെ പേര് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടിൻറ്റു എന്നാണ് പേര്. എൻ്റെ പ്രിയപ്പെട്ട കുരങ്ങനാണ്. നിങ്ങളാരും ചിരിക്കേണ്ട ആവശ്യമില്ല. കുരങ്ങനും മനുഷ്യനും എല്ലാം ഒരേ വർഗ്ഗക്കാരാ. എന്താ? മനുഷ്യനാക്കാൻ താല്പര്യമില്ല. എന്താ താല്പര്യമില്ല? നിന്റെ സ്വഭാവം കണ്ടിട്ട്. ഇവിടെ കൂടെ ആളുകൾ എന്താണ് പറയേണ്ടത്? സുന്ദരി സുന്ദരന്മാരെന്ന് കൈയടിക്കാൻ. എന്താ? ആ കുട്ടി കൈയടിക്കുന്നു. ആ കുട്ടി കൈയടിക്കുന്നു. എന്താണ് പ്രശ്നം? സുന്ദരിയാണെന്ന് വിചാരം. ആണോ? ഏയ്, സൗന്ദര്യം ഒന്നും മനസ്സിലല്ലേ? എന്താ? മനുഷ്യൻ നോക്കൂല. ആണോ? അപ്പൊ നമുക്ക് ആരും ഒരാളെ പരിചയപ്പെട്ടാലോ? ആര്യാ? നോക്കട്ടെ. ആരാ? രണ്ടാമത്തെ നിരയിൽ രണ്ടാമത് ഇരിക്കുന്ന ഒരാൾ. ആണോ? എന്താണ് ചോദിക്കേണ്ടത്? ആണോ? എന്താണ്? ഹലോ, എന്താണ് പേര്? കിഷോർ. ആണോ? എന്താ? എനിക്ക് മനസ്സിലായില്ല. ആണോ? എന്താണ് ചോദിക്കേണ്ടത്? എന്ത് ചെയ്യുന്നു? പഠിക്കും. 9th പഠിക്കുകയാണ്. എന്താ? 9th
വർഷമായി? 9th പഠിക്കാൻ എത്ര വർഷമായി? ഇനി 9th പോകണം. എന്താ? ഞാനും കടിക്കുന്നുണ്ട്. ആണോ? ആ, എന്തിനാ കടിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? അതല്ല ചോദിച്ചത്. പിന്നെ എന്തിനാണ് കടിക്കുന്നത്? ആ, എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു. വലുതായിട്ട് ജോലി കിട്ടാൻ. എന്താ? ശരിയല്ല. ആണോ? എന്തേ? കടിച്ചവർക്കാർക്കും ജോലിയില്ല. ആണോ? അപ്പൊ എന്തിനാ പഠിക്കേണ്ടത്? അറിവ് നേടാൻ പഠിക്കേണ്ടത്. ധാരാളം അറിവുകൾ സ്വയത്തമാകുന്ന കാലമാണ് വിദ്യാഭ്യാസ കാലം. നീ പഠിക്കുന്നത് പറഞ്ഞല്ലോ. നീ എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. എന്തിനാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു പറഞ്ഞു. പ്രിയമുള്ള ശ്രദ്ധിക്കാൻ, നമുക്ക് എന്തെങ്കിലും രോഗം വരുന്ന സമയത്ത് വിദഗ്ധരായ ഡോക്ടർമാർ വേണം കണ്ടത്. വ്യാജ ഡോക്ടറെ കാണാതിരിക്കുക, സ്വയം ചികിത്സ മരുന്ന്. മനസ്സിലായോ? എങ്കിലൊരു കയ്യടി തരുമോ? എന്താ? ആ, മനസ്സിലായിട്ടില്ല. എന്താ? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പൊ ഇവിടെ കൂടി എന്താണ് ഇപ്പൊ ചോദിക്കാനുള്ളത്? പഠിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. ആ, പരീക്ഷ പേടിയുണ്ടോ? ആ, പേടിയുള്ളവർക്ക് കൈ ഉയർത്താൻ. ഓക്കെ. എന്തുകൊണ്ടാണ് പരീക്ഷ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവർക്ക് പറയേണ്ട കാര്യം എന്താ? നന്നായിട്ട് വായിക്കണം. പിന്നെ കുറയ്ക്കണം. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം, നന്നായിട്ട് പഠിക്കണം, ധാരാളം കളിക്കുകയും ചെയ്യണം. മനസ്സിലായോ? ഹലോ, എന്താ പറയുന്നത്? നാണുണ്ടോ? കുറച്ച്. എന്തേ? എനിക്കറിയാം. എന്താ? നാണങ്ങാനില്ലാത്താണോ? ആണോ? എന്താണ്? സുഖം തന്നെയാണോ? സുഖമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്പർ തരുമോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പൊ തൽക്കാലം ഇവരോട് ചോദിക്കേണ്ട കാര്യം എന്താ? ആർക്കും ഇയാളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പേരെന്താണ്? ടിഞ്ചു. മോളുടെ പേര്? ഒരു പാട്ട് പാടി തരുമോ? എനിക്ക് മുണ്ടൊരു തേന്മാവേ, വലിപ്പമുള്ളൊരു തേന്മാവേ, എന്നടെ വീട്ടിൽ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവേ, എന്നടെ വീട്ടിൽ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവേ, വിരിഞ്ഞൊഴുക്കി തത്തമ്മ കൂടുകൂട്ട അണ്ണാനും വിരിഞ്ഞൊഴുക്കി തേന്മാവ് എന്ന് നമ്മുടെ തേന്മാവ് വിരിഞ്ഞൊഴുക്കി തേന്മാവ് എന്നിട്ട് നമ്മുടെ തേന്മാവ് ചക്കര മാമ്പഴമുണ്ടല്ലോ, കളിയും ഞാൻ ഉണ്ടല്ലോ, കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിനാളുകളെ എത്തിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുത് പറയണം കുട്ടികളെ എന്നിട്ട് നമ്മുടെ ഭാവിക്കായി പറയണം കുട്ടികളെ എന്നിട്ട് നമ്മുടെ ഭാവിക്കായി. താങ്ക് യു. അവസരം ശരിക്കും മുതലാക്കിയില്ലേ? അപ്പൊ എന്ത് വേണം? ഇങ്ങനെ ആവണം നമ്മൾ. കാരണം ജീവിതത്തിൽ അവസരങ്ങളെ തേടിയെത്തുന്ന നമ്മളെ ഒരു പ്രാവശ്യമായിരിക്കും. അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ വിജയിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങളെത്താൻ സാധ്യമാകൂ എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആരെ കുറിച്ച് പറയണം? വാറൻ ബഫറ്റിനെ കുറിച്ച്. ആർക്കും അറിയാവോ വാറൻ ബഫറ്റിനെ കുറിച്ച്? അദ്ദേഹം ഷെയർ മാർക്കറ്റിനെ അറിയാവോ? അദ്ദേഹം ഷെയർ മാർക്കറ്റിലൂടെ ഇന്ന് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഉടമയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അവസരങ്ങൾ നിങ്ങളെ തേടിയ സമയത്ത് കൈക്കുമ്പിൾ കൊണ്ട് കോരിയെടുക്കാതെ ബക്കറ്റ് കൊണ്ട് കോരിയെടുക്കുന്നവരാണ് യഥാർത്ഥ വിജയി. അതുകൊണ്ട് അവസരം നമ്മളെ മുട്ടി വിളിക്കുന്ന സമയത്ത് ഓടിയെടുക്കാതെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള കഴിവ് നിങ്ങളിൽ വളർത്തിയെടുക്കണം. ആ ഒരു അവസരം ആണ് ശരിയായ രീതിയിൽ ആ കൊച്ചുമിടുക്കി മുതലാക്കിയിരുന്നത്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞ്? നോക്കുന്നേ, എന്താ കാര്യം? അങ്ങോട്ട് നോക്കാൻ. എന്താ? അയാൾ എന്നെ നോക്കി കണ്ണടിക്കുക. കണ്ണടിച്ച് മാത്രം എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. ഓക്കെ, സാരമില്ല കേട്ടോ. പിന്നെ നമ്പർ തന്നാ മതിയോ? മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? ഉപയോഗം കുറയ്ക്കണം. മനസ്സിലായല്ലോ? മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കും. അതുകൊണ്ട് കളിയും ചിരിയും ഇത്തരത്തിൽ അറിവ് നൽകുന്ന ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അവസാനത്തോട് ഇവരോട് പറയേണ്ട കാര്യം എന്താ? ക്ഷയിക്കാൻ വേണം. എന്താ? തൽക്കാലം നിർവാഹമില്ല.
ആണോ? തൽക്കാലം നിർവാഹമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? എങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞേക്ക്. കയ്യടിക്കട്ടെ. എല്ലാവരും കൈയടിച്ചേക്ക് പ്ലീസ്. ഓക്കെ, എങ്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞേക്ക്. കയ്യടിച്ച എല്ലാവർക്കും നന്ദി. കൈയെടുത്തർ കണ്ടേ നന്ദിയില്ലാത്തവരാ. ആണോ? ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത്തരത്തിൽ ഒരു അവസരം ഒരുക്കി തന്ന അമൃത ടിവിക്കും അതിൻ്റെ സംഘാടകർക്കും ഹൃദ്യമായ സ്നേഹവും നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദ്യമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ സുന്ദരമായിട്ട് ജീവിതമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.